ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കാം. ദൈവം കൈവിട്ടാലും താൻ ദൈവത്തിൻ്റെ കയ്യിലുള്ള പിടിവിടുകയില്ല എന്ന് നിലവിളിച്ച് പറയുന്നതാണ് ഈ പ്രാർത്ഥന. ക്രൂശിതൻ്റെ വിലാപം നമുക്ക് നോക്കിയാലോ. ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നമുക്ക് നോക്കിയാലോ. പാപത്തിൻ്റെ കാഠിന്യവും അത് വരുത്തിവെക്കുന്ന ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും പ്രകടമാക്കുന്നതാണ് ക്രൂശിതൻ്റെ വിലാപം. പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും അവതരിപ്പിക്കുന്ന സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യമാണ് ഇവിടെ യേശുവിൻ്റെ വിലാപമായി അവതരിപ്പിക്കുന്നത്. എന്നാൽ മനഃപ്പാഠമാക്കിയ ഒരു പ്രാർത്ഥന ഉരുവിടുന്നത് നിന്ന് മാത്രമായി ഇതിനെ കരുതാനാവില്ല. യേശു താൻ അനുഭവിക്കുന്ന വേദനയുടെയും ദുഃഖത്തിൻ്റെയും ആഴം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. അതോടൊപ്പം ദൈവത്തിലുള്ള ഒരിക്കലും അസ്തമിക്കാത്ത തൻ്റെ വിശ്വാസവും പ്രത്യാശയും പ്രകടമാക്കുകയും ചെയ്യുന്നു. ദൈവം കൈവിട്ടാലും താൻ ദൈവത്തിൻ്റെ കയ്യിലുള്ള പിടിവിടുകയില്ല എന്ന് നിലവിളിച്ച് പറയുന്നതാണ് ഈ പ്രാർത്ഥന. ഓക്കെ.